വീറും വാശിയുമേറിയ പോരാട്ടം തന്നെയാണ് കാട്ടാക്കട ഇത്തവണ കാണുന്നത്. സിറ്റിംഗ് എം എൽ എ IB സതീഷ് മൂന്നാം തവണയാണ് ജനവിധി തേടി ഇറങ്ങുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എന്തൊക്കെ അപ്പുറത്ത് മറുഭാഗത്ത് MR ബൈജു ആണ് UDFന്റെ സ്ഥാനാർത്ഥി. PK കൃഷ്ണദാസ് വീണ്ടും കളത്തിലിറങ്ങുകയാണ് NDA സ്ഥാനാർത്ഥിയായി. പക്ഷെ ഇതൊന്നും തന്നെ ഈ എതിരാളികൾ എത്ര ശക്തരായാലും കാട്ടാക്കടക്കാർ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് IB സതീഷ് വീണ്ടും കളത്തിലിറങ്ങുന്നത്. ഈ പ്രചാരണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏറെക്കുറെ പകുതിയോളം പിന്നിട്ടല്ലോ. ഇനി ആ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഈ ലാപ്പ് എങ്ങനെ തോന്നുന്നു? കഴിഞ്ഞ തവണത്തെ പോലെയാണോ? കുറച്ച് ഒരു ആശങ്ക എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? കഴിഞ്ഞ വർഷത്തേക്കാൾ തെളിഞ്ഞ മുഖങ്ങളെയാണ്, നിറഞ്ഞ മനസ്സുകളെയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ജീവിതം പാഴായിപ്പോയില്ല എന്ന് എല്ലാവരുടെയും മുഖത്ത് നിന്ന്, അവരുടെ സ്നേഹത്തിൽ നിന്ന് വായിച്ചെടുക്കാനാവുന്നുണ്ട്. കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളുടെ ഷോക്കേസാണ് കാട്ടാക്കട. കേരളത്തിലെ ഏക സാങ്കേതിക സർവകലാശാല അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിൽ ആരംഭിക്കാൻ പോവുകയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ EV പാർക്ക് കാട്ടാക്കട മണ്ഡലത്തിലാണ് വരുന്നത്. അഡ്വഞ്ചറസ് ടൂറിസം അക്കാദമി കാട്ടാക്കട മണ്ഡലത്തിലാണ് വരുന്നത്. ഇവിടെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങളുണ്ടായിരിക്കുന്നു. ഞങ്ങൾക്കൊരു വിഷനുണ്ട്. ആ വിഷൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടപ്പാക്കി. എല്ലാവർക്കും നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ 107 ഏക്കറിൽ പൂക്കൃഷി നടത്തി, തണ്ണിമത്തൻ കൃഷി നടത്തി, ജൈവ പച്ചക്കറി കൃഷി നടത്തി, വറ്റിപ്പോയ കുളങ്ങളെയും കിണറുകളെയും വീണ്ടെടുത്തു. ഇതിനെല്ലാം ജനങ്ങളുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയം ഉണ്ടായില്ല. എല്ലാ പാർട്ടിയിലും പെട്ട ജനപ്രതിനിധികൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നു. അങ്ങനെ ഒരുമയുടെ, കൂട്ടായ്മയുടെ വിജയമായിരുന്നു കാട്ടാക്കട നേടിയ നേട്ടങ്ങളെല്ലാം. അങ്ങനെ ഒരുമിച്ച് നിന്നവർക്ക് ഇപ്പോൾ പിന്നിച്ചു നിൽക്കാനാവില്ല. അവർ വിവിധ കൊടികളുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ കളങ്ങളിൽ നിൽക്കാൻ നിർബന്ധിതരായെങ്കിലും വികസനത്തിന് വേണ്ടി അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ മറുഭാഗത്ത് കോൺഗ്രസ് ഒക്കെ ആയാലും അതേപോലെ BJP ആയാലും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമുള്ള ഒരു ട്രെൻഡ് അവർക്ക് അനുകൂലമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. BJP സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസം ഇച്ചിരി കൂടുതലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിൻ്റെ കണക്കുകൾ പുറത്തു വരികയാണ്. കിട്ടിയ സീറ്റുകളും നേടിയ വോട്ടുകളും തമ്മിൽ അഭിമാനിക്കാനൊന്നുമില്ല എന്നതാണ് അവിടുത്തെ വസ്തുത. കാട്ടാക്കടയിൽ ഞങ്ങൾക്ക് ചില പ്രദേശങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ ലഭ്യമായ വോട്ടുകളുടെ എണ്ണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ എത്രയോ വർദ്ധിപ്പിക്കാനായി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ എണ്ണം, അത് വാർഡുകളിൽ കിട്ടിയ വോട്ടുകളുടെ എണ്ണം മാത്രമല്ല, പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിലെ വോട്ടുകൾ ഞങ്ങൾക്ക് അഭിമാനകരമായ മേൽക്കൈ നിലനിർത്താനായി എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷം ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. ഞങ്ങളെല്ലാം പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, കണ്ണുള്ളവർ കാണുകയും കാതുള്ളവർ കേൾക്കുകയും ചെയ്യുന്ന, തൊട്ടറിഞ്ഞ, അടുത്തറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ വികസനം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു ട്രെൻഡ് മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇടതുപക്ഷത്തിൽ നിന്ന് വിപരീതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അതൊന്നും ആ ഒരു പാറ്റേൺ ആയിരിക്കില്ല നിയമസഭ. അത് സ്ഥിരം പറയുന്നതാണ് ഒരു ന്യായീകരണം. എന്നാലും എത്രത്തോളം ഒരു ആത്മവിശ്വാസമുണ്ട്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി വന്ന ഏക മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ ഏക സ്വീകരണ കേന്ദ്രം കാട്ടാക്കടയായിരുന്നു. അതിൻ്റെ ചലനങ്ങൾ, ജനങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മിഥ്യാധാരണ, കൊടുത്ത വാഗ്ദാനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും, 4-ൽ 3 ഭൂരിപക്ഷം നേടും, ഇതൊക്കെ വ്യാമോഹമായിരുന്നു എന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ BJPക്ക് ക്ഷീണമാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ചില പഞ്ചായത്ത് വാർഡുകളിൽ ഞങ്ങൾക്ക് തോൽവി സംഭവിച്ചത് ഞങ്ങളുടെ അലംഭാവം കാരണമാണ്, ഞങ്ങളുടെ അമിത ആത്മവിശ്വാസം കാരണമാണ്. മറ്റു ചില ഘടകങ്ങളുണ്ട് ഞങ്ങൾ തിരുത്തുന്ന. പക്ഷേ വോട്ടുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും ഞങ്ങൾ നേടിയ വോട്ട്, കാട്ടാക്കട മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ വോട്ട്, അതിലെല്ലാം ഞങ്ങൾ വളരെ മുന്നിലാണ്. അപ്പോൾ 2 പാറ്റേൺ എന്ന് പറയുന്നതല്ല, അത് വ്യാമോഹത്തിൻ്റെ വോട്ടായിരുന്നു പാർലമെൻറ്റ് ഇലക്ഷനിൽ. ആ വ്യാമോഹത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വരുന്നതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം, വ്യാമോഹത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം, യാഥാർത്ഥ്യത്തിലേക്കുള്ള തിരിച്ചുവരവ്, അനുഭവിച്ചറിഞ്ഞ വികസനം, അതാണ് ഇടതുപക്ഷത്തെ
അഭിമാനകരമായ തിളക്കമുള്ള വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാ വിജയ ആശംസകളും. വലിയ ആത്മവിശ്വാസത്തിന് ഒട്ടും തന്നെ കുറവില്ല. എതിരാളികൾ എത്ര കരുത്തന്മാരായാലും തൻ്റെ വിജയത്തെ ഒട്ടും തന്നെ ബാധിക്കില്ല. ആ വിജയത്തെ എതിർത്ത്, അതായത് ഒരു എതിർ തരംഗം ഒരിക്കലും കാട്ടാക്കടയിൽ വീശില്ല എന്ന് തന്നെയാണ് IB സതീഷ് സിറ്റിംഗ് MLA ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. ഈ കാട്ടാക്കട നിവാസികൾ IB സതീഷിനെ കൈവിടില്ല, മൂന്നാമതും ചേർത്ത് നിർത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം. ക്യാമറാമാൻ അഭിരാമിനൊപ്പം അൻഫിലി ഡിസൂസ.